നമസ്കാരം. ഞാൻ സിജ്. എല്ലാവർക്കും ANTOSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളം, അതായത് മനോഹരമായ കൊച്ചു കേരളത്തെ ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് തക്കതായ വരുമാനം ലഭിക്കാത്തത് കൊണ്ടാണ് പലരും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ നമുക്ക് നമ്മളുടെ ചെലവുകൾ കഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു വരുമാനം കിട്ടിയില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ യുകെയിലെ ചെലവ് ക്രമാതീതമായിട്ട് കൂടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻകം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന നമ്മുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൂടാതെ മറ്റേതെങ്കിലും രീതിയിലും കുറച്ചൊരു വരുമാനം എല്ലാവർക്കും കിട്ടുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ യുകെയിലെ നിയമം അനുസരിച്ച് നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന കിട്ടുന്ന ശമ്പളത്തിനെല്ലാം തന്നെ ടാക്സ് അടയ്ക്കണം. 12,570 പൗണ്ട് വരെ കിട്ടുന്നതിന് ടാക്സ് അടയ്ക്കേണ്ട. അതിന് മുകളിലോട്ട് കിട്ടുന്നതിന് ഓരോ സ്ലാബിലും പ്രത്യേക ടാക്സ് ഒക്കെ അടയ്ക്കണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമുക്ക് നമ്മുടെ ജോലിയെ കൂടാതെ നമുക്ക് മറ്റ് വരുമാനങ്ങളിലൂടെ ഇപ്പൊ നമുക്ക് ഇബേയിലൂടെ സെല്ല് ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ചെയ്ത് നമുക്ക് 1000 പൗണ്ട് വരെ ഒരു വർഷം വരുമാനം കിട്ടുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ടാക്സ് ഗവൺമെന്റ് അടയ്ക്കേണ്ട. പക്ഷെ 1000 പൗണ്ടിന് മുകളിലാണ് നമുക്ക് അങ്ങനെയുള്ള അഡീഷണൽ ഇൻകം വരുന്നതെങ്കിൽ നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടതാണ്. അന്നേരം നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ അതുവഴി അടയ്ക്കണം. അതല്ലെങ്കിൽ നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്ത് 1000 പൗണ്ടിന് മുകളിൽ കിട്ടുന്ന വരുമാനത്തിനുള്ള ടാക്സ് നമ്മൾ അടയ്ക്കണം. അന്നേരം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ HMRC നമ്മൾ അറിയിച്ച് നമ്മൾ ആ ടാക്സ് അടയ്ക്കണം. നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് UK താമസിക്കുന്ന എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ UK താമസിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പൈസ ഉണ്ടാക്കാവുന്ന ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. വലുതായിട്ട് ബുദ്ധിമുട്ടാതെ ശാരീരിക അധ്വാനം ഇല്ലാതെ നമുക്ക് പൈസ കിട്ടുന്ന ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് ബാങ്കുകളിലെ അക്കൗണ്ടുകൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുക എന്നുള്ളത്. അന്നേരം അതിന് പറയുന്നത് സ്വിച്ച് ഓഫർ എന്നാണ് പറയുന്നത്. UK എല്ലാ സമയങ്ങളിലും വിവിധ ബാങ്കുകൾ ഈ ഓഫറുകൾ നമുക്ക് തരാറുണ്ട്. നമുക്കറിയാമല്ലോ നമുക്ക് UK കറണ്ട് അക്കൗണ്ട് ഉണ്ട്, പിന്നെ സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. നോർമലി കറണ്ട് അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാലറി വരുന്നതിനും നമ്മുടെ ഡയറക്റ്റ് ഡെബിറ്റ്സിനും നമ്മുടെ ഡേ ടു ഡേ സ്പെൻഡിങ്ങിനൊക്കെ നമ്മൾ കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ സേവിങ്സ് അക്കൗണ്ടുകൾ UK യൂസ് ചെയ്യുന്നത് പൊതുവെ നമുക്ക് പൈസ സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ സേവിങ്സ് അക്കൗണ്ടുകളിൽ നമുക്ക് സാധാരണഗതിയിൽ പലിശ UK ലഭിക്കാറുണ്ട്. പക്ഷേ കറണ്ട് അക്കൗണ്ടുകൾക്ക് അങ്ങനെ സാധാരണ പലിശ ലഭിക്കാറില്ല. അന്നേരം ആ കറണ്ട് അക്കൗണ്ടുകൾ നമുക്ക് ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റിയാൽ ആ ബാങ്കുകാർ നമുക്കൊരു ഓഫർ തരും. അന്നേരം അത് നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിലവിൽ ഏകദേശം 6ഓളം ബാങ്കുകൾ ആ സ്വിച്ചിങ് ഓഫറുകൾ നമുക്ക് തരുന്നുണ്ട്. അന്നേരം ആ ഓഫറുകൾ എല്ലാം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ഓഫറുകൾക്കും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയകൾ വായിച്ചു നോക്കിയിട്ട് മാത്രം ആ സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു നെക്സ്റ്റ് 6 മന്ത്സിലേക്ക് നമ്മൾ വലിയ ലോണുകൾക്കോ അല്ലെങ്കിൽ വീടുകളോ ഒന്നും വാങ്ങിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്ത് മറ്റൊരു ബാങ്കിലേക്ക് നമ്മുടെ അക്കൗണ്ട് മാറുന്നത് കൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ വലുതായിട്ട് ബാധിക്കുകയില്ല. അത് ബാധിച്ചാൽ തന്നെ നമ്മൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയ ഒരു 6 മാസം ആകുമ്പോൾ അത് ഓക്കെ ആകും. പക്ഷേ നമ്മളിപ്പം ഉടനെ തന്നെ ഒരു വീട് മേടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ സ്വിച്ചിങ് ഓഫറിൽ നമ്മളിപ്പോൾ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ സ്വിച്ചിങ് ഓഫർ വഴി നമുക്ക് പൈസ കിട്ടുന്നത് ഈസി ആയിട്ട് കിട്ടുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ എങ്ങോട്ടാണ് സ്വിച്ച് ചെയ്യുന്നത് ആ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയി സ്വിച്ച് ഓഫർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞ് ആ ബാങ്ക്, അതായത് പുതിയതായിട്ട് നമ്മൾ ചേരാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് തന്നെ പഴയ ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് പൂർണ്ണമായിട്ടും മാറ്റി അവരുടെ പുതിയ ബാങ്കിലേക്ക് മാറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ സോർട്ട് കോഡും അക്കൗണ്ട് നമ്പറും എല്ലാം മാറും. നമുക്ക് പുതിയ ബാങ്കിലെ സോർട്ട് കോഡും അക്കൗണ്ട് നമ്പറും ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പഴയ അക്കൗണ്ടിലേക്ക് സാലറി ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. ആ സാലറി ഒക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ഈ ബാങ്കുകാർ, പുതിയ ബാങ്കുകാർ തന്നെ സ്വിച്ച് ചെയ്ത് അത് നമ്മുടെ പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ പഴയ അക്കൗണ്ടിൽ ഏതെങ്കിലും സ്റ്റാൻഡിങ് ഓർഡറോ ഡയറക്റ്റ് ഡെബിറ്റ്സുകളോ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് ബില്ല്, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും സ്റ്റാൻഡിങ് ഓർഡർ വഴി എല്ലാ മാസവും പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ ബാങ്ക് അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റും. പ്രത്യേകം ഓർക്കാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ സോർട്ട് കോഡും അക്കൗണ്ട് നമ്പറും മാറിയാലും നമ്മുടെ പഴയ അക്കൗണ്ടിലുള്ള എല്ലാ സാലറി വരുന്നതും ഡയറക്റ്റ് ഡെബിറ്റ്സും എല്ലാം പുതിയ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കലായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഓരോ ബാങ്കിനും ഓരോ ക്രൈറ്റീരിയ ആയിരിക്കും. അവർ തരുന്ന പൈസയും ഡിഫറൻ്റ് ആയിരിക്കും സ്വിച്ച് ഓഫറിൽ. അന്നേരം ആ ഓഫറിൽ പറയുന്ന ക്രൈറ്റീരിയാസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അവർ ആ സ്വിച്ചിങ് ഓഫർ വഴിയുള്ള പൈസ തരികയുള്ളൂ. അന്നേരം ഇപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നിലവിൽ സ്വിച്ചിങ് ഓഫർ വഴി നമുക്ക് ക്യാഷ് ഫ്രീ ആയിട്ട് തരുന്ന ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അന്നേരം അതിന്റെ ക്രൈറ്റീരിയാസ് എന്താണെന്ന് നമുക്ക് ജനറൽ ആയിട്ടൊന്ന് പറയാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ലോയ്ഡ്സ് ബാങ്ക് ആണ്. നമുക്കറിയാം UK പ്രമുഖ ബാങ്കാണ് ലോയ്ഡ്സ് ബാങ്ക്. ലോയ്ഡ്സ് ബാങ്ക് ഇപ്പോൾ നമുക്ക് ഓഫർ ചെയ്യുന്നത് 200 പൗണ്ട് ആണ്. അതായത് നമ്മൾ ഒരു ജോലിയും ചെയ്യേണ്ട, നമ്മുടെ നിലവിലെ ഉള്ള അക്കൗണ്ട് ലോയ്ഡ്സ് ബാങ്കിലേക്ക് മാറ്റുക. അങ്ങനെ ലോയ്ഡ്സ് ബാങ്കിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അവിടുത്തെ ക്ലബ് ലോയ്ഡ്സോ അല്ലെങ്കിൽ ക്ലബ് ലോയ്ഡ്സ് സിൽവർ അല്ലെങ്കിൽ ക്ലബ് ലോയ്ഡ്സ് പ്ലാറ്റ്ഫോം അക്കൗണ്ടുകളാണ് എടുക്കേണ്ടത്. ഈ അക്കൗണ്ടുകൾക്ക് ചിലപ്പോൾ മന്ത്ലി ഫീസ് കാണും, അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്.
അങ്ങനെ നമ്മളുടെ അക്കൗണ്ട് ലോയിഡ്സ് ബാങ്കിന്റെ ഈ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോയിഡ്സ് ബാങ്ക് നമുക്ക് 200 പൗണ്ടാണ് തരുന്നത്. അങ്ങനെ തരണമെങ്കിൽ നമുക്ക് നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് 3 ഡയറക്റ്റ് ഡെബിറ്റ്സുകൾ ഉണ്ടായിരിക്കണം. ആ ഡയറക്റ്റ് ഡെബിറ്റ്സ് നമ്മൾ പുതിയ ലോയിഡ്സ് അക്കൗണ്ടിലേക്ക് മാറ്റിയാലാണ് അവർ ആ 200 പൗണ്ട് നമുക്ക് തരുന്നത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റ്വെസ്റ്റ് ബാങ്ക് ആണ്. യുകെയിലെ ഒരു പ്രമുഖ ബാങ്ക് തന്നെയാണ് നാറ്റ്വെസ്റ്റ് ബാങ്ക്. ഈ നാറ്റ്വെസ്റ്റ് ബാങ്കിലേക്ക് നമുക്ക് നിലവിലുള്ള അക്കൗണ്ടിൽ നാറ്റ്വെസ്റ്റ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നാറ്റ്വെസ്റ്റ് 180 പൗണ്ടാണ് ഇപ്പോൾ അവർ ഓഫർ ചെയ്യുന്നത്. നാറ്റ്വെസ്റ്റ് റിവാർഡ്, റിവാർഡ് സിൽവർ, റിവാർഡ് പ്ലാറ്റിനം, പ്രീമിയം റിവാർഡ് ഓർ പ്രീമിയം റിവാർഡ് ബ്ലാക്ക് ഇത്രയും അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനാണ് നമുക്ക് ആ പൈസ അവർ തരുന്നത്. റിവാർഡ് അക്കൗണ്ട്സിൽ നോർമലി അവർ മന്ത്ലി ഫീസ് കാണും. അന്നേരം അത് ചെക്ക് ചെയ്യുക, നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്, നിങ്ങൾക്ക് അത് പ്രയോജനപ്രദമാണോ എന്ന് നോക്കുക. അന്നേരം ഈ ഏത് സ്വിച്ചിങ് ഓഫർ ആയാലും അവർ പറയും, ഒരു ഡേറ്റ് പറയും. ഇപ്പോൾ 2020 ശേഷം അവരുടെ സ്വിച്ചിങ് ഓഫറിൽ ഓൾറെഡി പൈസ കിട്ടിയവർക്ക് ഇനി കിട്ടുകയില്ല എന്ന് പറയും. അന്നേരം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനു മുമ്പ് ആ ബാങ്കിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ പറയുന്ന ഡേറ്റിന് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഈ സ്വിച്ചിങ് ഓഫറുകൾ കിട്ടില്ല. അന്നേരം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഫസ്റ്റ് ഡയറക്റ്റ് ബാങ്ക് ആണ്. ഫസ്റ്റ് ഡയറക്റ്റ് ബാങ്ക് യുകെയിലെ ഏറ്റവും നല്ലൊരു ബാങ്കാണ്, ഓൺലൈൻ ബാങ്കാണ്, അവർക്ക് ബ്രാഞ്ചുകളൊന്നുമില്ല. ഫസ്റ്റ് ഡയറക്റ്റ് ബാങ്ക് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് 175 പൗണ്ടാണ് നമ്മൾ സ്വിച്ച് ചെയ്താൽ നമുക്ക് തരാൻ വേണ്ടി അവർ ഓഫർ ചെയ്യുന്നത്. ഇവരുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിന് ഫീസ് ഇല്ല. പിന്നെ അത് കൂടാതെ നമുക്ക് 250 പൗണ്ട് വരെ ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് തരും. അത് ഒരു ഫീയും ഇല്ലാതാണ് 250 പൗണ്ട് വരെ ഓവർ ഡ്രാഫ്റ്റ് തരുന്നത്. അന്നേരം അതിന് നമുക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 175 പൗണ്ടാണ്. അന്നേരം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും എല്ലാം ചെക്ക് ചെയ്യുക. ഞാൻ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റി ആണ്. നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റിയിൽ ഇപ്പോൾ എലിജിബിൾ അക്കൗണ്ട് ആയിട്ട് അവർ പറയുന്നത് ഫ്ലെക്സ് അക്കൗണ്ട്, ഫ്ലെക്സ് ഡയറക്റ്റ്, ഫ്ലെക്സ് പ്ലസ്, ഈ 3 അക്കൗണ്ടിലേക്ക് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 175 പൗണ്ടാണ് അവർ ഓഫർ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് മന്ത്ലി ഫീസ് ഒന്നുമില്ല. അതും യുകെയിലെ പ്രമുഖനായ ഒരു ബാങ്ക് തന്നെയാണ്. അന്നേരം നേഷൻ വൈഡിൻ്റെയും ഡീറ്റെയിൽസ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അന്നേരം നിങ്ങൾക്ക് അങ്ങോട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് BRP കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ വെരിഫിക്കേഷനൊക്കെ ആ സിംഗിൾ ID ആയിട്ട് കണക്കാക്കും. ആ BRP കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് സാന്റാൻഡർ ബാങ്ക് ആണ്. സാന്റാൻഡർ ബാങ്കിന്റെ എവരിഡേ അല്ലെങ്കിൽ എഡ്ജ് അപ്പ് കറണ്ട് അക്കൗണ്ടുകളിലേക്ക് നമ്മുടെ നിലവിലുള്ള അക്കൗണ്ട് മാറ്റിക്കഴിഞ്ഞാൽ അവർ നമുക്ക് 180 പൗണ്ടാണ് ഓഫർ തരുന്നത്. അന്നേരം അതിന് മന്ത്ലി ഫീസുകളുണ്ട്, 3 പൗണ്ട് വരെ ചാർജ് ഉണ്ട്. അന്നേരം പ്രത്യേകം ചെക്ക് ചെയ്യുക, നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്, അതിൻ്റെ മന്ത്ലി ഫീസൊക്കെ എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഓരോ അക്കൗണ്ടിലേക്കും നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ ലഭിക്കുകയുള്ളൂ. അന്നേരം നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്കാണ് സ്വിച്ച് ചെയ്യുന്നത് അവിടുത്തെ ക്രൈറ്റീരിയാസ് എല്ലാം കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് ചെയ്യുക. ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. നമ്മളത് സ്വിച്ച് ചെയ്താലും അതിന് മന്ത്ലി ഫീസ് ഉള്ളതാണെങ്കിൽ പോലും നമുക്കിതൊരു നഷ്ടമായിട്ട് മാറുകയില്ല. അത് കഴിഞ്ഞ് ഈ അക്കൗണ്ടുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. ആ അക്കൗണ്ടുകൾ അവരുടെ കണ്ടീഷൻ നോക്കി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് പ്രത്യേകിച്ച് അതിന് ഫീസ് ഒന്നും കൊടുക്കാതെ തന്നെ അത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവഴി പൈസ കിട്ടാനൊരു അവസരമുണ്ട്. അന്നേരം ഇത്രയുമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഓഫറുകൾ തരുന്ന ബാങ്കുകൾ. അന്നേരം ഇതിൻ്റെ എല്ലാം വെബ്സൈറ്റിൽ പോയി അതിൻ്റെ ക്രൈറ്റീരിയാസ് ചെക്ക് ചെയ്ത് നോക്കുക. മിക്ക ഓഫറുകൾക്കും അവർ 2 ഡയറക്റ്റ് ഡെബിറ്റോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഡെബിറ്റോ നമ്മുടെ നിലവിലുള്ള അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നാണ് സ്വിച്ച് ചെയ്തതെന്ന് നോക്കുക. അത് കഴിഞ്ഞുള്ളതിന് മാത്രമേ നമുക്ക് ഇൻസെൻറ്റീവ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക.